Good afternoon, children. All of you take your textbook. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങാം. എന്നിട്ട് നമ്മൾ ചിഹ്നങ്ങൾ എടുക്കണ്ടേ? കാക്ക ഗാഖ. പേജ് നമ്പർ 23. കാസെ കമൽ കബൂത്തർ, ഖാസെ ഖർഗോശ് ഖർബൂജ, ഗാസെ ഗധ ഗമല, ഖാസെ ഖർ ഖടി, चा छा जा छाना, चा से चरखा चम्मच, छा से छतरी छड़ी, जा से जहाज जग, छा से चरोखा झरना न्या, टा से टब टमाटर, ठा से ठडेरा ठग, डा से डलिया डमरू, ठा से टक्कन हलान, ता से तरबूज तलवार, था से थर्मस थर्मामीटर, दा से दवात दरवाजा, हा से धनिक धनुष, ना से नडखड़ नल. ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതെ, ഇത് വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ് കഴിയുമ്പം തന്നെ നോട്ട് ബുക്കിലോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അക്ഷരദീപത്തിൽ എഴുതില്ലേ നിങ്ങള്? അഫ്രാസ് പി കെ. എന്താണ് വിളിക്കുന്ന മിസ്സിനെ? എന്താ അഫ്രാസേ? എവിടെ അഫ്രാസ്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. അഫ്രാസ്, അഫ്രാസ് എന്താണ്? അൺമ്യൂട്ട് ചെയ്തേ. അയ്യോ, പേജ് വായിച്ചു കഴിഞ്ഞു. 26, പേജ് നമ്പർ 26. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറെ പേരെ വായിപ്പിച്ചില്ലേ? നമുക്ക് ഈ ചിഹ്നങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വായിക്കാം. നമ്മൾ എവിടെ വരെയാ അഫ്രാസ് ചിഹ്നങ്ങൾ എടുത്ത് ഓർക്കുന്നുണ്ടോ? വരെ എടുത്തു അല്ലേ? ആണോ? ആണെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കാമോ? വരെയാണ് എടുത്തെങ്കിൽ. അതെ, ഓക്കെ. പിന്നെ കഴിഞ്ഞ അടുത്ത അക്ഷരം എന്താണ്? എ ആണല്ലേ? അപ്പം എന്റെ ചിഹ്നം എങ്ങനെയാണ്? റഫ് നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ട് അവിടെ? റഫ് ബുക്ക് ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക. എന്നിട്ട് അത് റഫായിട്ട് ആദ്യം എഴുതിട്ട് പിന്നീട് നല്ല വൃത്തിയായിട്ട് നോട്ട് ബുക്കിലോട്ട് എഴുതിയാൽ മതി. അപ്പം എന്റെ ചിഹ്നം എങ്ങനെ എഴുതുക? ഇതാണ് എ എന്ന അക്ഷരം അല്ലേ? അതെ, എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എഴുതുന്നത് നമ്മൾ ഏത് അക്ഷരത്തിന്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കുന്നില്ലേ? ഉണ്ട്, ഹിന്ദി അക്ഷരങ്ങളുടെ മുകളിലെല്ലാം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ആ വരയുടെ മുകളിൽ ഒരു ചെരിഞ്ഞിട്ടൊരു വരയാണ്. ചെരിച്ചൊരു വര കൊടുത്താൽ മതി. നേരെയല്ല, കുറച്ചൊരു ചെരിഞ്ഞിട്ടൊരു വരയാണ്. ഇതാണ് എന്റെ ചിഹ്നം. റഫ് ബുക്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ച്. എ മലയാളത്തിലും ഉണ്ട്, എ എഴുതും. എന്റെ ചിഹ്നമാണിത് അല്ലേ? അക്ഷരങ്ങളുടെ മുകളിലാണ് നമ്മൾ ഈ ചിഹ്നം ഇടുന്നത്. അതുകൊണ്ട് ഇവിടെ അക്ഷരം എഴുതിയിട്ടില്ല. ഇതാണ് എന്റെ എ കീ മാത്ര. ഓക്കെ. അപ്പം എന്റെ കൂടെ നമ്മൾ ഐയും കൂടെ പഠിക്കണം ഒന്നിച്ച്. എങ്കിലേ നമുക്ക് ആ ചിഹ്നങ്ങൾ ശരിക്കും മനസ്സിലാവണം. ഐ എങ്ങനെ നമ്മൾ എഴുതുക? ഇങ്ങനെയാണ് ഐ എഴുതുക അല്ലെ? മലയാളത്തിൽ ഇങ്ങനെ എഴുതും, ഹിന്ദിയിൽ ഐ. എ എഴുതിട്ട് മുകളിൽ ഒരു വര ഇടുന്നത് അല്ലേ? ഐ. എന്താ വായിക്കുന്നത്? ഐ. അപ്പം ഐക്ക് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഐന്ന് എഴുതുമ്പോൾ മുകളിൽ 2 വരയാണ് ഇടുക. ചെരിഞ്ഞിട്ട് 2 വര എഴുതി വെച്ചോ റഫ് ബുക്കില്. പിന്നീട് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതണം കേട്ടോ. അത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഐന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ കണ്ടോ?
ഐ എന്ന് എഴുതും. ഐന്റെ ചിഹ്നമാണ് ഇത്. അക്ഷരങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഐന്റെ ചിഹ്നം വരിക. എ എഴുതുമ്പോൾ മുകളിൽ ഒരു വര, ഐ എഴുതുമ്പം 2 വര. ഐക്ക് മാത്ര. എന്താ പറയാ? ഐക്ക് മാത്ര. ഓക്കെ. അപ്പം എയും ഐയും ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങള്. നമ്മൾ എങ്ങനെയാ സ്വരാക്ഷരങ്ങൾ പറഞ്ഞത്? ആ ഇ ഉ ഇറ് എ ഐ ഓ ഔ എന്നാണ് പറഞ്ഞത് അല്ലേ? എ ഐ എന്നപ്പോ 2 അക്ഷരങ്ങൾ ഒന്നിച്ച് പഠിച്ചു. എയും ഐയും പഠിച്ചു. ഇപ്പൊ ലാസ്റ്റ് കയറിയവരൊന്ന് ശ്രദ്ധിച്ചോ. എ എഴുതുന്നത് എങ്ങനെയാണ്? എ ഇങ്ങനെ എഴുതുന്നു. എയുടെ ചിഹ്നം എക്ക് മാത്ര ഇങ്ങനെയാണ്. മുകളിൽ ഒരു വര. ഇപ്പൊ മലയാളത്തിൽ ഇങ്ങനെയാണ് എന്റെ മാത്ര ചിഹ്നം ഇതാണ്. അപ്പം എ കഴിഞ്ഞ അടുത്ത അക്ഷരം ഐ. ലാസ്റ്റ് കയറിയവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞത് ഐ ഇങ്ങനെ എഴുതുന്നത് നമ്മളല്ലേ? സ്വരാക്ഷരം ഐ ഇങ്ങനെയാണ്. ഐ എഴുതുമ്പോൾ മുകളിൽ 2 വരയാണ്. റഫായിട്ട് എല്ലാവരും എഴുതിയില്ലേ? എഴുതി. ഇനിയിപ്പൊ നിങ്ങള് നോട്ട് ബുക്കിൽ എഴുതേണ്ടത് റഫ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. പിന്നീട് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇത് കണ്ടോ? എന്റെ ചിഹ്നം ഇങ്ങനെ തന്നെ എഴുതണം. നിങ്ങള് എഴുതിക്കോ. എ എഴുതിയിട്ട് റഫ് ബുക്കിൽ ഇപ്പൊ എഴുതുക. പേരൻസ് ഉണ്ടെങ്കിലൊന്ന് നിങ്ങൾ തന്നെ എഴുതുക. എ എഴുതുക. ഇതിന്റെ സൈഡില് എന്റെ ചിഹ്നം ഇങ്ങനെ എടുക്ക. അത് കഴിഞ്ഞിട്ട് ഐ എഴുതുക. ഈ സൈഡില് ഐന്റെ ചിഹ്നം റഫ് ബുക്കിൽ എഴുതിയാൽ മതി. ഇപ്പൊ കാണുന്നില്ലേ? അതിനുശേഷം ലൈൻ വരച്ച് കാ എഴുതുന്നു. കായ്ക്ക് എക്ക് മാത്ര കൊടുക്കുന്നു. കെ എന്താണ് വായിക്കുക? കെ. ഹിന്ദിയിൽ കെയും ഈ ഒരക്ഷരമേ ഉള്ളൂ. കെ എന്നുള്ള അക്ഷരം ഇതൊന്നു മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ചിഹ്നം. അപ്പൊ കാക്ക് ക എന്ന അക്ഷരത്തിന് എക്ക് മാത്ര കൊടുത്തു. മുകളിൽ ഒരു വര. അപ്പൊ എന്താ വായിക്കുന്നത്? കെ. ച എഴുതി എക്ക് മാത്ര കൊടുത്തു. ചെ. ട എഴുതി എക്ക് മാത്ര കൊടുത്തു. ടെ. ത എഴുതി എക്ക് മാത്ര. തെ. പ എഴുതി എക്ക് മാത്ര. പെ. മ എഴുതി എക്ക് മാത്ര. മേ. ഇങ്ങനെയാണ്. ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതിയെടുത്തു. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ ഐ അല്ലേ? ഐക്ക് മാത്ര. ക എഴുതി. ഐന്റെ മാത്രം എങ്ങനെയാണ്? 2 വരയാണ് മുകളിൽ. ക എന്ന വ്യഞ്ജനാക്ഷരത്തിന് മുകളിൽ 2 വര കൊടുക്കുമ്പോ കൈ. ചെരിഞ്ഞിട്ട് 2 വര കൊടുത്താൽ മതി. കൈ. അതിന്റെ താഴെ ച ചൈ ട ടൈ ത തൈ പ പൈ മ മൈ. ഇനിയുണ്ടല്ലേ കുറേ വ്യഞ്ജനാക്ഷരങ്ങൾ കിടപ്പുണ്ട്. അതിനൊക്കെ ഈ ചിഹ്നങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വായിക്കണം. ഇപ്പൊ സ എന്ന് എഴുതി. സായക്ക് എക്ക് മാത്രം കൊടുക്കുമ്പോ സെ. രാ എഴുതി. രായ്ക്ക് എന്റെ ചിഹ്നം കൊടുക്കുമ്പോ രേ. അതുപോലെ ഫ എഴുതി. ഐന്റെ ചിഹ്നം കൊടുക്കുമ്പോ ഫൈ. സൈ കൈ. ഇങ്ങനെയൊക്കെയാണ് വായിക്കുക നമ്മള്. ആ ചിഹ്നങ്ങള് ഇപ്പൊ ശരിക്കും പഠിക്കാം. എ എഴുതി. ഒന്നുകൂടെ കാണിച്ചു തരാം. എ എഴുതി. എന്റെ ചിഹ്നമാണിത്. അതിന്റെ താഴെ ഇപ്പൊ നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഒന്ന് ലൈൻ ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വരുള്ളൂ. 2 ലൈൻ കോപ്പി അല്ലേ?
ഇങ്ങനെ വരയ്ക്കുക. എ എഴുതുക, എന്റെ ചിഹ്നം കൊടുക്കുക. ഐ എഴുതുക, ഐന്റെ ചിഹ്നം കൊടുക്കുക. എന്നിട്ട് എഴുതുക ക കെ ച ചെ ട ടെ. ഇത് പേരൻസ് നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ കുട്ടികൾ തന്നെ എഴുതണം. അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് എന്റെ ചിഹ്നം വരുമ്പോൾ മുകളിൽ ഒരു വരയും ഐന്റെ ചിഹ്നം വരുമ്പോൾ മുകളിൽ 2 വരയുമാണ് ഹിന്ദിയിൽ വരിക. എയും ഐയും പഠിച്ചാല് പിന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിൽ പഠിച്ചാല് ഓയും ഔവും കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ശരിക്കും പഠിക്കാം. എ ഐ ഈ വര ഇടുന്ന എവിടെയാണെന്ന് ഒന്നും അറിയുന്നില്ല പഠിക്കാതെ പോകുമ്പോ. ഈ ചിഹ്നമാണ് എല്ലാവർക്കും പ്രശ്നം. മലയാളത്തിലാണെങ്കിൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. എ ഐ എന്നുള്ളതിന്റെ എയും ഓയും കൺഫ്യൂഷനാണ്. ഇപ്പോഴും കൺഫ്യൂഷനാണ് അത്, എയും ഓയും ചിഹ്നം. അപ്പൊ ഹിന്ദിയിൽ ഈ 2 ചിഹ്നങ്ങളും ശരിക്കും പഠിച്ചാല് ബാക്കിയുള്ളത് വിഷമമില്ല. ഇപ്പൊ എന്താണ്? എ എഴുതുമ്പോ മുകളിൽ ഒരു വര, ഔ എഴുതുമ്പോ മുകളിൽ 2 വര. ഇതാണ്. ഓക്കെ, എല്ലാവർക്കും ചിഹ്നങ്ങൾ പഠിക്കാനുള്ള അവസരം അല്ലെ? 1ാം ക്ലാസ്സിലൊന്നും ശരിക്കും അക്ഷരം വരെ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. ശരിക്കും ഇവർക്ക് ഓറലാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചിഹ്നങ്ങൾ വരെ പഠിച്ചു. ഇനി 2nd സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഇപ്പം ഇതിൽ എന്തെങ്കിലും എഴുതാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ അക്ഷരം തന്നെ വേണമെന്നില്ല. ഇനിയിപ്പോ വേറെ വ്യഞ്ജനാക്ഷരങ്ങള് ഇഷ്ടം പോലെ അക്ഷരങ്ങളുണ്ട്. ഇതിൽ ഏത് അക്ഷരം എടുത്തിട്ടും ഈ ചിഹ്നം കൊടുത്തിട്ട് എഴുതാം. എല്ലാരും എഴുതിയോ? അപ്പൊ അത് കഴിഞ്ഞു. നമുക്ക് 2-3 ചിഹ്നങ്ങളും കൂടെ ഉള്ളു അല്ലെ? ഓ ഔ അം ആ. മുംതാസിം എന്താണ്? അൺമ്യൂട്ട് ചെയ്തേ. വെറുതെ കാണിച്ചതാണോ കയ്യ്? പറഞ്ഞോ. എന്തോ കേൾക്കുന്നില്ല? അൺമ്യൂട്ട് ചെയ്യേ. ആ മറ്റേതോ? എന്ത് മറ്റേത്? ചിഹ്നങ്ങൾ എന്ന് പറയടാ. ആ ഇപ്പൊ കാണിച്ചത്. ഏതാണ് വേണ്ടത്? എ ആണോ ഐ ആണോ വേണ്ടത്? ഐ എഴുതിക്കോ. ഐ. ഇതുപോലെ ലൈൻ വരച്ചെഴുതണം കേട്ടോ. നിങ്ങൾക്ക് വേണം ഞാൻ ഇത് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ നോക്കി എഴുതിക്കോ. ഓ മതിയോ? താങ്ക് യു. കാക്ക് അയച്ചിട്ടാല് കൈ, ചാക്ക് അയച്ചിട്ടാല് താക്ക് അയച്ചിട്ടാല് ബാക്കി കൂടെ പറഞ്ഞതാ. താക്ക് അയച്ചിന് വിട്ടാല് നമ്മള് ഹിന്ദിയിൽ ഐക്കി മാത്ര എന്നാ പറയാ അല്ലെ? താ എന്ന അക്ഷരത്തിന് ഐക്കി മാത്ര കൊടുക്കുമ്പോ എന്താണ്? തൈ. ഓക്കെ മുദ്ദാസിം, വെരി ഗുഡ്. ഉമ്മ പഠിച്ചു അല്ലെ? അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ പേരൻസ്. നിങ്ങൾ എല്ലാരും കേട്ടില്ലേ? അതുപോലെ ക എന്ന അക്ഷരത്തിന് ഓക്കി മാത്ര കൊടുക്കുമ്പോ ഐക്കി മാത്ര കൊടുക്കുമ്പോ കൈ. ച എന്ന അക്ഷരത്തിന് ഐക്കി മാത്ര കൊടുക്കുമ്പോ ചൈ. അത് അതുപോലെ എഴുതാനുള്ള പ്രാക്ടീസും കൂടെ വേണം. വീട്ടിൽ നിന്ന് എഴുതണം. വെറുതെ നിങ്ങളൊരു സ്ലേറ്റോ റഫ് ബുക്കോ എടുത്തിട്ട് പിന്നെ ചൈന് എങ്ങനെ എഴുതും, അല്ലെങ്കിൽ ചേ എങ്ങനെ എഴുതും, ചിർ എങ്ങനെ എഴുതും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. വെറുതെ ഇരിക്കുമ്പോ, ഫ്രീ ആയിട്ടിരിക്കുമ്പോ, നിർബന്ധിച്ച് പിടിച്ചെടുത്താതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഒന്ന് കുട്ടികളെ കൊണ്ട് നമ്മളെ വെറുതെ ഒന്ന് എങ്ങനെയാ മൂ എഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാ കൂ എഴുതുക, എങ്ങനെയാ കീ എഴുതുക. ഇനി അഥവാ പെട്ടെന്ന് മറന്നുപോയി, വേഗം പോയിട്ട് ബുക്ക് എടുത്ത് നോക്കുന്നു അല്ലേ? എളുപ്പമായി. നമുക്ക് നമ്മുടെ പേര് എഴുതണം.
വേണ്ടേ? മുഹമ്മദ് എന്ന് എഴുതണം. മുഹമ്മദ് എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചിഹ്നങ്ങൾ വേണം നോക്കിയേ? മുഹമ്മദ് മൂ വേണം അല്ലെ? ഊന്റെ ചിഹ്നം വേണം. പിന്നെന്താണ്? വേറെ ഒന്നും ചിഹ്നങ്ങളായിട്ട് വരുന്നില്ല മുഹമ്മദ് എന്നുള്ളതില്. അത്രേ ഉള്ളൂ. അപ്പം ഐ വരെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സുഖമായിട്ട് എഴുതാം ഇപ്പൊ ഹിന്ദിയിൽ. ഇപ്പൊ രാവിലെ കുറെ പേര് വായിച്ചു അല്ലേ ടെക്സ്റ്റ് ബുക്ക്? ഇപ്പൊ ബാക്കിയുള്ളവർക്ക് കൂടെ വായിക്കാനുള്ള അവസരം തരാം. ഇനിയും കൂടുതൽ എടുത്താൽ നിങ്ങൾ ബോറടിക്കില്ലേ? അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ബാക്കി. ഇപ്പൊ രാവിലെ വായിക്കാത്തവരുണ്ട്. ഇഷിക പേജ് നമ്പർ 25 ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. tab टमाटर टडेरा ठा से ठडेरा ठग कंटिन्यू डा से डेलिया डमरू അത് കിട്ടുന്നില്ല. എന്ത് കിട്ടാത്തത്? അക്ഷരം വായിച്ച ആദ്യം. ഏതക്ഷരമാണ്? ആ ഠാസേ ടക്കൻ ठक्कन ടാസെ ടക്കൻ ठलान ഡെലാൻ ഠാസേ ടക്കൻ ठलान. Say once more. Ishika. ടാസെ ഡാബ് टमाटर ടാസെ टडेरा टग टग ടാസെ ഡെലിയ ഡമരു ടാസെ ഡക്ക് ഠാസേ ठक्कन ഡക്കൻ ठलान. ഡെലാൻ. ഓക്കെ വെരി ഗുഡ്. വായിച്ചു പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഷഹബറ. നെക്സ്റ്റ് പേജ് നമ്പർ 26. ടാസെ ഡമർ ദർബത് എന്താ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? താസേ തർബൂജ് ദൽവാർ തൽവാർ ടാസെ തർമാസ് തെർമാമീറ്റർ. ഓക്കെ. ടാസെ തവ ഷഹബറ. ദാസേ ദവാ ദർവാജ ടാസെ തവ ദർവാജ ഠാസേ ധനിക് ധനുഷ് ടാസെ ധനുഷ് നമാസെ നടുക്കട് നട്കട് നൽ. നല്ല. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ദേവാങ്. ടാസേ टमाटर ടാസെ ടകേല ടഗ്
ഡമരൂദ് ഡാസെ ഡലിയ ഡമരു. ഥലാൻ. ഥലാൻ. ഓക്കെ, നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ ദേവാംഗെ. ഏബൽ മാത്യു ബാക്കി വീട്ടിൽ നിന്ന് വായിക്കണം കേട്ടോ ദേവാംഗെ. ഏബൽ दासे तरबूज दलवार തൽവാർ. से थर्मामीटर दासे ദവാത്ത്. ദവാത്ത് ദർവാജ. दरवाजा से धनुष से नटखट नल. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരവ്. ആരവ് പി. നെക്സ്റ്റ് റസീൻ ആണ്. വായിച്ചില്ലല്ലോ റസീൻ. तब तासे टमाटर ടാസെ ദോശ എന്നാണ് വെച്ചത്. ടാസെ എന്തെന്ന് അയ്യേ എന്താ പറയുന്നത്? ടാസെ ഠടേര. ഠടേര तक ടഗ്. ഡാസെ ഡലിയ. तरेरा ഡാസെ ഡലിയ. दासे डलिया डमरू. നെക്സ്റ്റ് दासे ढक्कन तलान दासे दलान. ഥലാൻ. ഗുഡ്. നെക്സ്റ്റ് റസീൻ. ആരവെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ മോനെ. ശ്രദ്ധിച്ചിരുന്നേ. കൂട്ടുകാർ വായിക്കുന്ന കേട്ടോ. റസീൻ. റസീൻ യൂസഫ്. അയാൻ എവിടെ? വീഡിയോ ഓഫ് ചെയ്ത് പോന്നേ. അയാന് ഞാൻ അറ്റൻഡൻസ് ഇടില്ല. വീഡിയോ ഓഫ് ചെയ്ത് അറ്റൻഡൻസ് ഇടില്ല. എന്താ നീ ഫോണും കൊണ്ട് കളിക്കുന്നേ? അയാൻ പോയോ? വായിക്ക്. റസീൻ യൂസഫ്. दासे टमाटर दासे दासे दलिया डमरू दासे ढक्कन. ധലാൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പറയുന്ന പോലെ കേൾക്കണം കേട്ടോ. വായിച്ച് പഠിക്കണം. മതി 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 റസീൻ. ഓക്കെ, വെരി ഗുഡ് റസീൻ. ബസ് മതി കേട്ടോ. നെക്സ്റ്റ് ഹാദിയ. മോളെ താ വായിക്കും. താസെ തർബൂജ്.
तासे तरबूज तलवार तासे थर्मस थर्मामीटर तासे दवा दरवाजा तासे धनिक धनुष न्यासे नटखट नल വെരി ഗുഡ്. നെക്സ്റ്റ് നൈല സക്കീർ. വെരി ഗുഡ് ഹാദിയ. നൈല സക്കീർ. താസെ വായിച്ചേ. താസെ തർബൂസ് तासे तरबूज तरबूज तलवार तासे थर्मस थर्मामीटर वेरी गुड तासे ദവാത് दरवाज ദർവാജ दरवाजा അടുത്ത तासे धनिक धनुष धनुष नासे नल അല്ല नटखट नल വെരി ഗുഡ് മിടുക്കി. ഓക്കെ, നമുക്ക് ഇനി 6 മിനിറ്റ് ഉണ്ടല്ലേ. ഇനി ആരാണ് വായിക്കാത്തത്? ഗുഡ് ഗേൾ അല്ലേ? പല മോക്ക് പഠിക്കാൻ അറിയല്ലേ? ഇനി ആരാണ് വായിക്കാത്തത്? മുഹമ്മദ് മുബ്ദാസിം. എന്താണ് വെച്ചിരിക്കുന്നത്? കണ്ടിട്ടേത് വായിച്ചോ? तासे टब टमाटर तासे तरना टटेरा टक तासे दलिया टमारू ഡമരു ഡായ കേട്ടോ. ഡലിയ ഡമരു. टक्कन तलाव ടലാൻ. വെരി ഗുഡ്. അശ്വിനിനെ കണ്ടിട്ട് കുറെ നാളായി. അശ്വിനി വരും പോകും. ഇനിയിപ്പൊ ചോദിക്കുമ്പോ അവള് പോവേ. അശ്വിനി അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അശ്വിനിനെ? അശ്വിനി വായിക്കുന്ന കേട്ടോ. അശ്വിനി കേൾക്കാൻ പറ്റുന്നില്ലേ? അശ്വിനി ഒരു റിപ്ലൈ ഇല്ലല്ലോ. അപ്രാസ് വായിച്ച മോനെ? വായിച്ചില്ലേ? കഴിഞ്ഞ പീരീഡ് വായിച്ചതല്ല അപ്രാസ്. അൻവിത दासे तरबूज തൽവാർ दासे दरमस तरबूज थर्मामीटर दासे दवात दरवाजा दासे धनिक धनुष नासे नलकट നടുക്കട്ട് നൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാണ് മിസ് വിളിക്കാത്തത്? ആയുഷ് വായിച്ചോ? രാവിലെ വായിച്ചിരുന്ന ആയുഷ്? ആദ്യത്തെ വായിച്ചിട്ടില്ല. ആയുഷ് വായിച്ചിരുന്ന മോനെ? അൺമ്യൂട്ട് ചെയ്ത ആദ്യത്തെ വായിച്ചില്ലെങ്കിൽ തമ്പ് താഴോട്ട് കാണിക്കുക, വായിച്ചെങ്കിൽ ഉയർത്തി കാണിക്കുക. ആയുഷ് വായിച്ചോ? ഇല്ല, ആദ്യത്തെ വായിച്ചോ. എന്നിട്ട് സെക്കൻഡ് ആയുഷ് വായിച്ചോ ആദ്യം. टब टमाटर तासे टडेरा टग तासे डलिया
ഡമരു ഡമരു. തലം എന്താ? തലാൻ ഠക്കൻ ഠലാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ന ഓക്കെ, ആയുഷ്. താസേ തർബൂജ് തൽവ ഹൽവ. തൽവ ദാസേ ധർമ്മസ് തെർമോമീറ്റർ ദാസേ ദവാജ് ദർവാജ നാസേ. ദാസേ ധനിക് ധനുഷ് ദാസേ നടുക്കൽ. മൽ ഓക്കെ, വെരി ഗുഡ്. ഇനി വായിക്കാൻ ബാക്കിയുള്ളവര് എന്താ ചെയ്യണ്ടേ? വീട്ടിൽ നിന്ന് വായിച്ചിട്ട് ടീച്ചർക്ക് വോയിസ് മെസ്സേജ് അയക്കണം. ഇപ്പം ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യാൻ നമ്മുടെ സമയം തീർന്നു. എല്ലാവർക്കും ക്രിസ്മസ് ഹോളിഡേ വരുക അല്ലേ? ഇന്ന് നമുക്ക് അവധിയാണ്. എത്ര ദിവസം ഉണ്ട്? 4 ദിവസം അല്ലേ? എല്ലാ ദിവസവും അവധി പോലെ തന്നെ അല്ലേ? കുറഞ്ഞു പോയ അവധി? സാരമില്ല കേട്ടോ. ഇപ്പം എല്ലാരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. ബൈ പറയട്ടെ. ബൈ, സി യു. ബൈ. റഫ് ബുക്കിൽ എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം കേട്ടോ.